ഹായ് ഓൾ, ജെയ്മെയിൻ 2026 കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ജെയ് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ജെയ് അഡ്വാൻസ്ഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഇത്തവണ ജെയ് അഡ്വാൻസ്ഡ് നടത്തുന്നത് IIT റൂർക്കിയാണ്. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ, അതായത് ഏപ്രിൽ 23 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 2-ാം തീയതി രാത്രി 11:59 വരെയാണ് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി ഫീസ് അടക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 4-ാം തീയതി രാത്രി 11:59 വരെയാണ്. നമുക്കൊരു എക്സാം നടക്കുന്നത് മെയ് 17-നാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ കാർഡ്, നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് മെയ് 11-ാം തീയതി രാവിലെ 10 മണി മുതലാണ്. അപ്പോൾ എക്സാമിനേഷൻ നമുക്കറിയാം 2 പേപ്പറായിട്ടാണ് ഉണ്ടാവുക, അല്ലെ? പേപ്പർ 1 9 മണി മുതൽ 12 മണി വരെയും, അതോടൊപ്പം തന്നെ പേപ്പർ 2 നമുക്ക് 2:30-ക്കാണ് എന്താക്കുക സ്റ്റാർട്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി സാർ, എല്ലാവർക്കും ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതായത് അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്യണം. ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം പേരെയാണ് ജെയ് അഡ്വാൻസ്ഡിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ഓരോ വർഷവും ഓരോ കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തവണത്തെ കട്ട് ഓഫ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് ഓരോ കാറ്റഗറിക്കും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജെയ് മെയിന് 93.4125% അതിന് മുകളിലോ കുട്ടികൾക്കോ ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ EWS കാറ്റഗറി ആണെങ്കിൽ 82.4164 ആണ്. OBC കാറ്റഗറി ആണെങ്കിൽ 80.9232 ആണ്. അതേപോലെ SC കാറ്റഗറി ആണെങ്കിൽ 63.9172 ആണ്. അതേപോലെ ST കാറ്റഗറി ആണെങ്കിൽ 52.0174 ആണ്. അതായത് ഈ പറഞ്ഞ ഓരോ കാറ്റഗറിക്കും ഞാൻ ഈ പറഞ്ഞ പെർസെൻറ്റൈലോ അതിൻ്റെ മുകളിലോ ജെയ് മെയിനിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ജെയ് മെയിൻ 2026 ഒന്നുകൂടി പറഞ്ഞാൽ ജെയ് മെയിൻ 2026 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നമുക്ക് ഏജ് കണ്ടീഷനാണ്. 2001 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഇത്തവണ ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി പറ്റുക. ഇനി അതിൽ SC ST അതേപോലെ PW കാറ്റഗറി ആണെങ്കിൽ ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. 1996 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ച കുട്ടികൾക്ക് ജെയ് അഡ്വാൻസ്ഡ് 2026 എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ അതായത് 2026 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 2025, 2026-ലോ 2025-ലോ +2 കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ എന്ത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ, ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. ഇനി 2024-ൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക്, അല്ലെങ്കിൽ 2024 അതിനു മുമ്പ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ജെയ് അഡ്വാൻസ്ഡ് 2026 എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ടോട്ടൽ 2 തവണയാണ് ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി പറ്റുക. ഒന്ന് നിങ്ങൾ +2 പഠിക്കുന്ന വർഷം, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ വർഷം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 2025-ലോ 2026-ലോ +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത്രയുമാണ് നമുക്ക് ജെയ് അഡ്വാൻസ്ഡ് 2026-നെ കുറിച്ചും അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചും നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും അതേപോലെ തന്നെ Instagram പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാണാം.